മാലിന്യ നിക്ഷേപം മൂലം സംസ്ഥാനം സെപ്റ്റിക് ടാങ്കായി മാറിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നദികളും കുളങ്ങളും സംരക്ഷിക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്ന് ചോദ്യോത്തരവേളയിൽ സഭയെ അറിയിച്ചു. കേരളത്തിന്റെ പാരിസ്ഥിതിക നില സംബന്ധിച്ച ധവളപത്രത്തിന്റെ കരട് തയ്യാറായിട്ടുണ്ട്. പൊതു ചർച്ചകൾക്ക് ശേഷം ഇത് പുറത്തിറക്കും. പരിസ്ഥിതിവാദികളെ വികസന വിരുദ്ധർ എന്ന് വിളിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് നിലപാട് സ്വീകരിക്കുന്നവര് അവരെ ആത്മാർത്ഥമായി നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ്. അവരെ വിമർശിക്കാനല്ല ഞാൻ ആ പരാമർശം നടത്തിയത്. പക്ഷേ അല്പം ബോധപൂർവം തന്നെ ഇത്തരം നിലപാടുകളെ എതിർക്കുന്ന ഒരു സംഘടിത വിഭാഗം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അവരെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പശ്ചിമഘട്ട സംരക്ഷണം ജനങ്ങളെ കൂടി കണ്ടാകണം. പശ്ചിമഘട്ടം സംരക്ഷിക്കുമ്പോൾ ജനങ്ങളെ കൂടി കാണണം എന്നതാണ് എടുത്ത നിലപാട്. അതിൽ ജനങ്ങളെ കാണാതെ വെറും പശ്ചിമഘട്ട സംരക്ഷണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ കഴിയില്ല. ഇതാണ് നിലവിലുള്ള യാഥാർത്ഥ്യം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ കേരളത്തിലേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് അനുവദിക്കില്ല. ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കേന്ദ്രീകൃത പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ സമയബന്ധിതമായി തീർപ്പാക്കാനും വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുവാനും വകുപ്പ് സെക്രട്ടറിമാർക്ക് ചുമതല നൽകി. സേവനാവകാശ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യവസ്തുക്കൾക്ക് അമിതവില ഈടാക്കുന്നുവെന്ന പരാതിയിൽ ഇതുവരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി മന്ത്രി പി തിലോത്തമൻ സഭയെ അറിയിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.